ഞങ്ങളോടെ സ്വാഗതം. ഇത് ചുട്ടിയ റിയാദ് ജീനിയസ് ഗ്രാൻഡ് മാസ്റ്റർ ഷോ വിത്ത് മ്യൂസിക്കൽ നൈറ്റ്. എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ അങ്ങനെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഈ വേദിയിൽ തന്നെ സംഗീതത്തിന്റെ 12 കോഴ്സ് ഡിന്നർ ഉണ്ട്, നൃത്തത്തിന്റെ ചുവടുകളുടെ 24 കോഴ്സ് ബൊഫേ ഉണ്ട്. എന്റെ കയ്യിൽ അതൊന്നുമില്ല. ആകെയുള്ളത് ഞാനീ പറഞ്ഞ മലയാളം എന്ന നമ്മുടെ അമ്മ വാഴയിലയിൽ പൊതിഞ്ഞു നൽകിയ സ്നേഹത്തിന്റെയോ വാക്കിന്റെയോ മാധുര്യമാണ്. വിശുദ്ധമായ പ്രാർത്ഥനകളുടെ ഈ നിമിഷത്തിൽ കുറച്ച് നിമിഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം നമുക്ക് ആരംഭിക്കാം. പിന്നെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പറയാം.
ഹലോ ചേട്ടാ. അറിയുമായിരിക്കും. അതുകൊണ്ട് എന്താ ഇവിടെ കിട്ടുള്ളൂ, മുമ്പ് കിട്ടിയത് കുഴപ്പമില്ല. അതിൽ പോയിട്ട് നമ്മളെ അറിയുന്ന പിള്ളേരുണ്ട് അവിടെ ചേർന്ന്. ഈ 2 പേര് പോയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചേർക്കാം. അറിയുന്ന പിള്ളേരുണ്ട്, നമ്മൾ സജീവം പിള്ളേരൊക്കെ ഉണ്ടാവും. ഞാൻ മീഡിയ ആണ്. പിന്നെ ബാക്കിലായി സംഗീതമോ തൊൽക്കോസ് നൃത്തമോ ഇല്ല എന്ന് തന്നെയാണ്. വീട്ടുമുറ്റത്തെ വേപ്പുമരത്തിൽ തട്ടിവന്ന കാറ്റിന്റെ നാമം ചൊല്ലൽ കേട്ട് വായിച്ചു കൂട്ടിയ കുറെ പുസ്തകങ്ങളിൽ നിന്ന് അരച്ചെടുത്ത അറിവാണ് ആഹ്ലാദത്തിന്റെയോ സ്നേഹത്തിന്റെയോ മധുരം പുരട്ടി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാസി മനസ്സുകളോട് ചോദിച്ചും വിശ്വസിച്ചും കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഏക അപേക്ഷയുള്ളത്, കടന്നു വന്നപ്പോൾ തന്നെ ചെറിയൊരു വിഷമം തോന്നിയത് അതെന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടും ഈ പരിപാടിയോടുള്ള ഇഷ്ടം കൊണ്ടുമൊക്കെ നിങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ, വളരെ സീരിയസ് ആയി, വല്ലാത്തൊരു അച്ചടക്കത്തോടെ, മടുപ്പിക്കുന്ന അച്ചടക്കത്തോടെയാണ് ഇരിക്കുന്നത്. വേണ്ട, ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൻഡ് ബൈ ദ പപ്പീസ് ബാർക്സ്, നോട്ട് ഈവൻ ദ തണ്ടർബോൾട്സ് ഷാൽ ഫ്രൈറ്റൻ us. We are മലയാളീസ് വിത്ത് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. ദീനരോധനങ്ങൾ കേട്ട് അലോസരപ്പെടേണ്ട, മേഘമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിനാദം പോലും നിങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകണം. ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള മലയാളി സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹർഷാരവവും സ്നേഹവും സ്വാഗതം ചെയ്തുകൊണ്ട് നെഞ്ചിൽ ഈ ചുവന്ന കേരളവുമായി ഞാൻ ആരംഭിക്കട്ടെ. റിയാദ് ജീനിയസ്. ഇതൊരു മത്സരമാണ്. സ്വാഭാവികമായും വിജയികൾക്ക് കൈനിറയെ സമ്മാനങ്ങളുള്ള 55,585 രൂപയോ മറ്റുമാണ് റിയാദ് ജീനിയസിനെ തേടിയെത്തുന്ന സമ്മാനം. 300-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു മത്സരിക്കാൻ. അതിൽ നിന്ന് 6 പേർ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വേദിയിലേക്ക്, ഇതിന്റെ അറിവുത്സവത്തിലേക്ക് എത്തും. അതിനു മുൻപുള്ള ഒരു വെറും പ്രിലിമിനറി സെക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ എനിക്കൊരാഗ്രഹം, ഈ സ്റ്റേജിൽ നല്ല വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാം. പലപ്പോഴും നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ട്, അത് ഈ ഉയർന്ന പകലത്തിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ മാത്രം ജീവിതത്തിൽ വല്ലാത്ത വെളിച്ചവും അല്ലാതിരിക്കുന്ന 140 കോടി ആളുകൾ ഇരുട്ടിലുമാകുന്ന അവസ്ഥ. ഈ സ്റ്റേജിൽ അത് വേണ്ട. അതുകൊണ്ട് തന്നെ സദസ്സിനും കൂടി വെളിച്ചം ഈ സമയത്ത്, ഈ പ്രിലിമിനറി സമയത്ത് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മത്സരം സമർപ്പിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന റിയാദ് ജീനിയസിന് വേണ്ടിയല്ല. നമ്മളീ പറഞ്ഞല്ലോ, കയറ്റങ്ങളും ഇറക്കങ്ങളും ചേർന്നതാണ് ജീവിതം എന്ന്. ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും എന്നാൽ റിയാദ് ജീനിയസ് ആയി മത്സരം നാളുകളിൽ വിജയിക്കുവാൻ വേണ്ടി ഇന്ന് പരാജയപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ മത്സരം. ജയിക്കുമ്പോൾ അഭിമാനമുണ്ടാകുന്നത് പോലെ തോൽവിയെയും ആഹ്ലാദത്തോടെ സ്വീകരിക്കുവാൻ സ്വയം തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ മത്സരം. ഞാനും നീയുമില്ലാത്ത നമ്മൾ എന്ന വാക്കിൽ അഭിരമിക്കുന്ന ഒരു കാലത്തിന്റെ കിനാവിന് വേണ്ടിയാണ് ഈ അറിവുത്സവം. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിച്ചോട്ടെ.
വാക്കുകളുടെയും അറിവിന്റെയും ഈ ലോകത്തേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങൾ, 10-16 ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം കടലാസിൽ ഈ മുന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട് മത്സരിക്കുന്നവരുടെ കടലാസുകളിൽ നിങ്ങളുടെ പേരെഴുതാം. ഒപ്പം ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിലൊക്കെയുള്ള വളരെ ലളിതമായ ചോദ്യങ്ങളാണ്, അതിനുള്ള ഉത്തരങ്ങളും എഴുതാം. കസാൻ സാക്കീസിന്റെ ആദ്യത്തെ പുസ്തകം ഏത് എന്നൊന്നുമല്ല ചോദ്യങ്ങൾ, വളരെ ലളിതമായ ചോദ്യങ്ങളാണ് നിങ്ങളോടുള്ളത്. ആർ യു റെഡി? ഒന്നും കേട്ടില്ല ഞാൻ. ആർ യു റെഡി? ഹിയർ കംസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പറവൂരിനടുത്തുള്ള ചെറായിയിൽ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനം നടന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ സാമൂഹ്യ നവോത്ഥാനമാണ് ആ പ്രവർത്തനം. അതിന് നേതൃത്വം കൊടുത്ത മഹാവ്യക്തിത്വമാണ് നമുക്കൊരാളിന് പോലും അറിയാതിരിക്കാൻ പാടില്ലാത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വരികൾ എഴുതിയത് ആ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ വരികൾ ഇതാണ്: 17 മെയ് 30 പറവൂർ ചെറായിയിൽ ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാനം നടത്തിയ ആ മനുഷ്യന്റെ പേരെന്ത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. Fue deseo de Dios crecer y sobrevivir a la humilde expresión, enfrentar la adversidad con afán de ganar a cada paso la vida. മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം നെഞ്ചിൽ ഇങ്ങനെ ആരാധനയുടെ മഹാസൂര്യനായി നിറഞ്ഞു നിന്ന ഒരു മഹാപ്രതിഭയാണ് ഇത് പാടിയത്. പക്ഷെ അയാൾ പാട്ടുകാരനായല്ലോ നമ്മൾ അറിയുന്നത്. ഇതാരാണ് നിങ്ങൾ കേട്ട ഈ ശബ്ദത്തിന്റെ ഉടമ എന്ന ചോദ്യം? ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഈ ആൾക്കൂട്ടത്തിൽ നിറയുണ്ടെന്ന് എനിക്ക് ഉറപ്പ്. പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയാം, ഈ മനുഷ്യൻ ഒരു ക്ലൂ. മലബാറിൽ തന്റെ സാന്നിധ്യം ഒരിക്കൽ അനുഭവപ്പെടുത്തിയപ്പോ 10,000-കണക്കിന് ആളുകളാണ് ഈ മനുഷ്യനെ കാണാനും കേൾക്കാനും തടിച്ചുകൂടിയത്. നിങ്ങൾ കേട്ട ഈ പാട്ടുപാടിയ ലോകമെമ്പാടും ആരാധകരുള്ള, വിശിഷ്യ മലപ്പുറത്ത് ഒരുപാട് ഇഷ്ടക്കാരുള്ള, മലപ്പുറത്തോട്ടും കോഴിക്കോടും ഒക്കെ പോയാൽ ഇങ്ങനെ ഹൃദയത്തിൽ ആളുകൾ കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3. പക്ഷെ ചോദ്യം അതല്ല. ചോദ്യം മോയിൻകുട്ടി വൈദ്യരുടെ എലിപ്പട നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിന് പ്രചോദനമായത് പൗരാണികമായ ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകം അറബ് നാടുകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടത് ഖലീലാവാദിന്ന എന്ന പേരിലാണ്. മോയിൻകുട്ടി വൈദ്യർ എലിപ്പട സൃഷ്ടിച്ചത് ഏത് പൗരാണിക ഗ്രന്ഥത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ്? അതിന്റെ അറബ് രൂപാന്തരമാണ് ഖലീലാവാദിന്ന. നെക്സ്റ്റ്. I will not leave this compartment. Where does it say reserved for Europeans only? Please show me. Get off my train. ഗാന്ധിജി എവിടെ ജനിച്ച മോളെ? ഉറക്കെ. ആ, ഇവിടെ ഈ റിയാദ് ജീനിയസ് നടത്തുന്നതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള യാത്ര അസാധ്യമാക്കുക എന്നതാണ്. അറിവ് വേണം പരീക്ഷയിലെ പ്ലസ് കിട്ടാൻ. ഗാന്ധിജി എവിടെ ജനിച്ചു? പോർബന്ദർ. എന്നാ ജനിച്ചേ? 1869 ഒക്ടോബർ 2. ഇതെല്ലാം നല്ലതാണ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ചോദ്യം ചോദിച്ചാൽ നമുക്കിത് തന്നെ എഴുതണം. ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ 1 മാർക്ക് കിട്ടാൻ. PSC ടെസ്റ്റിന്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിച്ചാലും അത് തന്നെ എഴുതണം. കാരണം അതാണ് അറിവ്, അത് ഇൻഫർമേഷൻ ആണ്. ശരിയാണ്. എന്നെ പോലുള്ള മണ്ടന്മാർ നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിച്ചാലും അത് തന്നെ പറയണം. 4-10 പോയിന്റ് കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. പക്ഷെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മൾ ഹൃദയം കൊണ്ട് തിരിച്ചറിയേണ്ട മറ്റൊന്നുണ്ട്. പരീക്ഷയ്ക്ക് ഇത് എഴുതുമ്പോൾ ഈ അറിവ് സ്വന്തമാക്കുമ്പോഴും ഉള്ളിൽ തിരിച്ചറിയണം, ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലല്ല, ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2-നല്ല, ഗാന്ധിജി ജനിച്ചത് 1869-നുമല്ല. ഗാന്ധിജി ജനിച്ചത് വല്ലാതെ മഴ പെയ്ത ഒരു വർഷകാല രാത്രിയിൽ, ഒരു ജൂൺ മാസം 8-ാം തീയതിയിലെ മഴക്കാല രാത്രിയിൽ 1893-ലാണ് ഗാന്ധിജി ജനിച്ചതെന്ന് നമ്മൾ അറിയണം. അത് പോർബന്തറിലല്ല, ഗുജറാത്തിലല്ല, ഇന്ത്യയിലുമല്ല.
1893 ജൂൺ 8 വർഷകാല രാത്രിയിൽ ഇടിമിന്നൽ നിറഞ്ഞു നിന്ന ഒരു മഴക്കാല രാത്രിയിൽ ദക്ഷിണാഫ്രിക്കയിലെ നിങ്ങൾ ഈ കണ്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയതുകൊണ്ട് കറുത്തവര വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകണം സ്വജീവിതം എന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള മാനവികതയിലേക്കുള്ള യാത്രയാണ്. ചോദ്യം ഇതാണ്, ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരെന്ത്? ഏതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ? നെക്സ്റ്റ്. മരുപ്പച്ചകൾ ഉണ്ടാകുന്നത് എന്ന ഈ പുസ്തകം എഴുതിയ വ്യക്തി വൈജ്ഞാനിക സാഹിത്യത്തിന് 1989 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരമൊക്കെ ലഭിച്ച ആളാണ്. അതിനേക്കാളുപരി നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. കേരള സംസ്ഥാനത്തിലെ ബഹുമാന്യനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയുമാണ്. മരുപ്പച്ചകൾ ഉണ്ടാകുന്നത് എന്ന പുസ്തകം എഴുതിയ ആദരണീയനായ എഴുത്തുകാരൻ, ധനതത്വ ബോധമുള്ള മനുഷ്യൻ ആര്? Next question. അറിയാം. ചോദ്യം വളരെ ലളിതം. മണിച്ചിത്രത്താഴ് എന്ന ഈ ചലച്ചിത്രത്തിൽ നിങ്ങൾ കണ്ട ഈ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ക്ലോക്കിൽ എന്താണ് സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആ ക്ലോക്കിലെ സമയം എത്രയായിരുന്നു? നെക്സ്റ്റ് പ്ലീസ്. The human world is made one. All the countries are losing their distance every day. ഈ മനുഷ്യൻ ഒരു സിനിമ സംവിധാനം ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരൊറ്റ സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളെ അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കാനാണ് സാധ്യത. ആ സിനിമയുടെ പേര് നദിർ പൂജ എന്നാണ്. നിങ്ങൾ കേട്ട ഈ ശബ്ദത്തിന്റെ ഉടമ ആര്? നിങ്ങൾ കേട്ട ഈ ശബ്ദത്തിന്റെ ഉടമ അദ്ദേഹം രചിച്ച വിശ്വപ്രശസ്തമായ കൃതിയുടെ മാനുസ്ക്രിപ്റ്റ്, കൈയെഴുത്ത് പ്രതി ഒരു തീവണ്ടിയിൽ മറന്നുവെക്കുക കൂടി ചെയ്തു. ഭാരതത്തിന്റെ അഭിമാനമായ ഈ മനുഷ്യൻ ആരുടെ ശബ്ദമാണിത്? നെക്സ്റ്റ്. ഈ രാത്രിയിൽ നിങ്ങളോടുള്ള അടുത്ത ചോദ്യം, മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഈ ഗാനം ഏത് ചലച്ചിത്രത്തിലേതാണ്? നെക്സ്റ്റ്. എന്നാ പിന്നെ ചോദ്യം അതാണ്. ചീട്ട് കളിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇൻ എ പാക്ക് ഓഫ് കാർഡ്സ് മീശയില്ലാത്തത് ഏത് രാജാവിനാണ്? ക്ലബ്സ്, സ്പേഡ്സ്, ഡയമണ്ട്സ് ആൻഡ് ഹാർട്സ്. അതിൽ മീശയില്ലാത്തത് നിങ്ങളെല്ലാം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ച് കണ്ടില്ല. ഒരു രാജാവിന് മീശയില്ല. Which king doesn't have a mustache in a pack of cards? Next, please.